നമ്മൾ കഴിഞ്ഞ 2 പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞത് കംഫർട്ട് സോൺ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, പവർ ഓഫ് ഫോക്കസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തു, ഓക്കെ, ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ എന്താണ് ചില ഡിസ്ട്രാക്ഷൻസ് നമ്മളെ ബുദ്ധിമുട്ടി. ചിലപ്പോൾ അത് വീട്ടിൽ നിന്നാവാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാവാം. അപ്പോൾ നമ്മൾ ചില മോട്ടിവേഷൻസ് ഒക്കെ കേൾക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കും. ഈ മോട്ടിവേഷനെ കുറിച്ചിട്ട് സാറുടെ ഒരു കോട്ടുണ്ടല്ലോ, മോട്ടിവേഷൻ ടെമ്പററി ആണെന്നും അനുഭവങ്ങളിലൂടെയാണ് സ്വന്തമായിട്ട് ആത്മവിശ്വാസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഒരു അല്ലേ. അപ്പൊ ഇനി വേണ്ടത് എന്തായിരിക്കും മൂന്നാമത്തെ സാറുടെ അഭിപ്രായത്തിൽ? അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇത് രണ്ടുമായി ഇടയ്ക്ക് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഒന്ന് പുഷ് ചെയ്യണം. അതിന് മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ കൊട്ടേഷൻ മോട്ടിവേഷൻ ഈസ് ടെമ്പററി, സെൽഫ് കോൺഫിഡൻസ് കം ഫ്രം എവിഡൻസസ് എന്നുള്ളതാണ്. മോട്ടിവേഷൻ എന്നുള്ളത് താൽക്കാലികമാണ്, ആത്മവിശ്വാസം എന്നുള്ളത് സെൽഫ് കോൺഫിഡൻസ് കം ഫ്രം എവിഡൻസസ്, തെളിവുകളിൽ നിന്നാണ് ആത്മവിശ്വാസം ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കൊട്ടേഷൻ. അപ്പൊ മൂന്നാമത്തെ റിയലൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വേണ്ടി സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയാം. മൂന്നാമത്തെ റിയലൈസേഷൻ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഫോക്കസ് എന്ന് പറയുമ്പോൾ, ഞാൻ ഫോക്കസിനെ കുറിച്ച് കുറേ സംസാരിച്ചു, നിങ്ങൾ കുറേ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇതിലൊരു പോയിന്റ് കൂടി ഉള്ളത് ഫോക്കസ് വിത്ത് റൈറ്റ് മെന്റേഴ്സ്, അങ്ങനെയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏത് മേഖലയാണ്, ഇപ്പോൾ വിദ്യാഭ്യാസമായിരിക്കാം, കായികമായിരിക്കാം, സാംസ്കാരികമായിരിക്കാം, പാടുകയായിരിക്കാം, കളിക്കായിരിക്കാം, ഫോക്കസ് മാത്രം പോരാ, അത് ആ മേഖലയില് ഒരു റൈറ്റ് മെന്റർ കൂടെ ഫോക്കസോട് കൂടി മുന്നോട്ട് പോകാൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾക്കൊരു വിഷയങ്ങളിൽ കൺഫ്യൂഷൻ വന്നാൽ നിങ്ങൾ അഭിപ്രായം തേടണമെന്നുണ്ട്. ഈ അഭിപ്രായം തേടുമ്പോൾ നമ്മളിങ്ങനെ ചില ട്രെയിനിങ്ങിൽ കേട്ടൊരു സാധനം, അഭിപ്രായം തേടുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ അറിവുള്ളവരോട് അഭിപ്രായം തേടുന്നുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയി, പക്ഷെ നമുക്ക് റൈറ്റ് മെന്റേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫോക്കസ് കൊണ്ട് ഗുണമില്ലാതെ വരും. സോ റൈറ്റ് മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ് മെന്റേഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയാണ്, വളരെ സിമ്പിൾ എക്സാമ്പിൾ, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് നല്ല ആഗ്രഹം, ഫോക്കസ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഡ്രൈവിംഗ് പഠിക്കുന്നത് ആരുടെ അടുത്ത് പോയിട്ടാണ്? ഡ്രൈവിംഗ് ആരുടെ അടുത്ത് പോയിട്ടാണ്? ഏറ്റവും നല്ല കെമിസ്ട്രി ടീച്ചർ അടുത്ത് പോയി ഡ്രൈവിംഗ് പഠിക്കണം. അപ്പൊ അറിവ് അല്ലേ, ഏറ്റവും നല്ല കെമിസ്ട്രി ടീച്ചർ പഠിക്കാൻ പറ്റില്ല, ഹൈഡ്രോ കാർബൺസ് ഒക്കെ പഠിപ്പിക്കും. അതെ, അതെങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ഏത് വിഷയത്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനെ കുറിച്ച് അറിവുള്ളവരടുത്ത് പോയിട്ട് മെന്റർ ചെയ്യാന്നുള്ളതാണ് സാർ ഉദ്ദേശിച്ചത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കം ഫ്രം എവിഡൻസസ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഈസ് ടെമ്പററി എന്ന് പറയുന്നത്. ബട്ട് മോട്ടിവേഷൻ നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് ഒരു കാര്യം തുടങ്ങാൻ മോട്ടിവേഷൻ ആവശ്യമുണ്ട്. പക്ഷെ സെൽഫ് കോൺഫിഡൻസ് ആണ് നമ്മൾ അതിൽ നിർത്തുക. അപ്പോൾ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അതിൽ സെൽഫ് എഫിക്കസി തിയറി ഒക്കെ ഞാനൊരു ആൽബർട്ട് ബൻഡുഡയുടെ സെൽഫ് എഫിക്കസി തിയറി ഒക്കെ ഞാൻ പല ചർച്ചകളിലും പറയുന്നുണ്ട്. ഞാൻ തിയറികൾ ഇനി അധികം പറയുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. മനുഷ്യന്മാർക്ക് അല്ലല്ല തിയറികൾ വേണ്ടെന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ അതിലേക്ക് വീണ്ടും വരികയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ചർച്ച 2 വിഭാഗം ആൾക്കാർ ശ്രദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, ഞാൻ ഫോക്കസ് ചെയ്യുന്ന 8 മുതൽ 12 വരെ ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും. അറ്റ് സെയിം ടൈം സാർ ഇത്രയും കാലം ഫോക്കസ് ചെയ്തിരുന്നത് പിന്നെ എഴുത്തുകാരും അല്ലെങ്കിൽ വലിയ ചർച്ചകളിലേക്ക് പോകുന്നവരും അല്ലെങ്കിൽ നല്ല സ്പീക്കേഴ്സും ഒക്കെ ആയിരിക്കും. സാറുടെ ഇത്രയും കാലത്തെ വീഡിയോകൾ അല്ലെങ്കിൽ സാറുടെ തിയറികൾ, സാറുടെ എഴുത്തുകളൊക്കെ വായിച്ചിട്ടുണ്ടാവും. മറ്റേ ടൈമിൽ ഒരേ സാധനം ഒരു കുടക്കിഴിയിൽ 2 എന്ന് പറഞ്ഞ പോലെ രണ്ടും കിട്ടുന്ന അവസ്ഥ. അപ്പൊ രണ്ടുണ്ടാകുമ്പോഴാണ് ഇതൊരു, എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മൾ ഞാൻ പിന്നെ പ്രതിപാദിക്കുന്ന വിഭാഗം അതാണെങ്കിലും രണ്ടുപേർക്കും ഇത് ഉപകാരമായിക്കോട്ടെ. ഓക്കെ, മോട്ടിവേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ അത് ആഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. വിശ്വാസം, ബ്രെയിൻ്റെ വിശ്വാസം. ഞാൻ ഒന്നും കൂടെ അതിനെ വിശദീകരിച്ച് പറയാം. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഡോപ്പമൈൻ റിലേറ്റഡ് കാര്യമാണ്, കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുണ്ടാവും പറയുമ്പോൾ. അതോടൊപ്പം തന്നെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ അതിനെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. എന്താ ഡോപ്പമൈൻ, എന്താ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ തിയറികൾ അധികം പറയുന്നില്ല എന്നൊക്കെ. മോട്ടിവേഷൻ ഈസ് ടെമ്പററി. നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഡോപ്പമൈൻ റിലീസ് ആവും. നിനക്ക് ഡോക്ടർ ആകാൻ കഴിയും, നിനക്ക് എഞ്ചിനീയർ ആവാൻ കഴിയും, നിനക്ക് IAS ഓഫീസർ ആവാൻ കഴിയും, നിനക്ക് നന്നായി പാടാൻ കഴിയും. അങ്ങനെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മോട്ടിവേറ്റഡ് ആവും, അവൻ ഡോപ്പമൈൻ റിലീസ് ആവും, അവനക്ക് ആഗ്രഹം ഉണ്ടാവും. ഞാനൊരു പിന്നെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് ആയതുകൊണ്ടായിരിക്കും ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. ഞാൻ ബിടെക് എംടെക് മേഖലയിലാണ്. പിന്നെ അപ്പൊ ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണോ ഡോപ്പമൈൻ? ഞാൻ പണ്ടൊരു വായിച്ചിട്ടുണ്ട്, ഈ ഡോപ്പമൈൻ, ഓക്സിഡോസിൻ, പിന്നെ എന്താ പറയാ സെറോട്ടോണിൻ, എൻഡോർഫിൻ, അങ്ങനെ ഒരു തിയറി എനിക്ക് തോന്നുന്നു സാറുടെ ഏതൊരു ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഡോസ് എന്ന് പറയാറുണ്ട്. അപ്പൊ കറക്റ്റ് സാർ തന്നെയാണ് ആ സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഡോപ്പമൈൻ ഉണ്ടാവുന്ന ആഗ്രഹം ഉണ്ടാകുമ്പോഴും ബാക്കി ഹാപ്പി ഹോർമോൺസ് ഒക്കെ നമുക്ക് ഡോപ്പമൈൻ, ഓക്സിറ്റോക്സിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ, അതിന്റെ ഹോർമോൺസിന്റെ ഇഫക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡോപ്പമൈൻ എന്താണെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് വേറൊരു പ്രേക്ഷകര് കാത്തിരുന്നോളൂ.
ഡോസിനെ കുറിച്ച് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം അത് വലിയൊരു വിഷയമാണെന്ന് തന്നെയാണ് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ചാൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാനത് കാരണം ഞാനിപ്പോ മോട്ടിവേഷൻ പറയുന്ന സമയത്ത് ഞാൻ അതിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ട് എൻഡോർഫിൻ പറയേണ്ടി വരും, സെറോട്ടോണിൻ പറയേണ്ടി വരും, ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച് പറയേണ്ടി വരും. അത് കോംപ്ലക്സ് ആവും. അപ്പൊ നമുക്കത് അതെ. ഇവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണം. ഒരു സെഷനിൽ ഇരുന്നപ്പോൾ മോട്ടിവേഷൻ സെഷൻസ് ഒക്കെ കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് എനിക്ക് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ്സുകാരനാകാൻ കഴിയും എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾക്കൊരു ഫീൽ ഗുഡ് ഉണ്ടാവും, അയാളുടെ ശരീരത്തിന് ഡോപ്പമൈൻ റിലീസ് ആവും. സ്വാഭാവികമായിട്ടും അതൊരു ആഗ്രഹമാണ്, അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹം അയാൾ അവിടുന്ന് ഇറങ്ങി പിന്നീട് ഒരു ചായ കുടിച്ച് അന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അതൊരു വിശ്വാസമാണെങ്കിൽ, എനിക്കത് ചെയ്യാൻ കഴിയുന്നൊരു വിശ്വാസമാണെങ്കിൽ അയാൾക്ക് അതിൽ സെൽഫ് കോൺഫിഡൻസ് വേണം. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് കംസ് ഫ്രം എവിഡൻസസ് എന്ന് പറയാം. നമ്മൾ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നമ്മളോട് തന്നെ പറയണം, ഓക്കെ എനിക്കിത് ഇത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇനി ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്ന രീതിയിലേക്ക്. 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം അതിന്. ഇപ്പോൾ റോജർ ബാനിസ്റ്റർ എന്ന് പറയുന്ന ഓട്ടക്കാരനെ കുറിച്ച് അദ്ദേഹം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ അദ്ദേഹം ഒരു ഓട്ടക്കാരൻ മാത്രമല്ല, ഒരു ബ്രിട്ടീഷ് ഓട്ടക്കാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നു, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ ഇങ്ങനെ പറയാണ്, അതായത് ഒരു മനുഷ്യന് ഒരിക്കലും 4 മിനിറ്റിൽ താഴെ 1 മൈൽ ഓടാൻ കഴിയില്ല. നമ്മുടെ മനുഷ്യന്റെ കപ്പാസിറ്റി വെച്ച് എങ്ങനെ ഓടിയാലും നമ്മൾ 4 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കും 1 മൈൽ ഓടാൻ. അപ്പോ ഇദ്ദേഹം പതുക്കെ പതുക്കെ സെൽഫ് കോൺഫിഡൻസ് കം ഫ്രം എവിഡൻസസ്, അദ്ദേഹം പതുക്കെ പതുക്കെ ഓടി നോക്കി. അങ്ങനെ ഓടി 1 മൈൽ ഓടി, പിന്നെ 1 മൈൽ ഓടി, അങ്ങനെ ഓടി പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എവിഡൻസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ എനിക്ക് 1 മിനിറ്റിൽ ഇത്ര ഓടാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഓടാൻ കഴിയുന്നുണ്ട്, 2 മിനിറ്റ് ആകുമ്പോൾ ഇത്ര കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹത്തിന്റെ സെൽഫ് കോൺഫിഡൻസ് ഫ്രം എവിഡൻസസ്, അദ്ദേഹത്തിന്റെ തെളിവുകൾ, എവിഡൻസസ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തെളിവുകൾ, അതൊക്കെ എനിക്ക് ഇങ്ങനെ 3 മിനിറ്റിൽ ഇത്ര ഓടാൻ പറ്റി, 4 മിനിറ്റിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓടാൻ കഴിയും. അങ്ങനെ അദ്ദേഹം 1954 മെയ് 6 ഒരു മനുഷ്യൻ 4 മിനിറ്റിന്റെ താഴെ 1 മൈൽ ഓടുകയാണ്. റോജർ ബാനിസ്റ്റർ 4 മിനിറ്റിന്റെ താഴെ 1 മൈൽ ഓടി. അപ്പോൾ അദ്ദേഹത്തിന്റെ സെൽഫ് കോൺഫിഡൻസ് അദ്ദേഹം ഉണ്ടാക്കിയ തെളിവുകളിൽ നിന്നാണ് വരുന്നത്. സെൽഫ് കോൺഫിഡൻസ് കം ഫ്രം എവിഡൻസസ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരാൾ പറയാണ് നിങ്ങൾക്ക് നന്നായി ഓടാൻ കഴിയും എന്ന് പറയുമ്പോൾ അത് ആഗ്രഹമായി. പക്ഷെ ആ ആഗ്രഹം വിശ്വാസമാവണമെങ്കിൽ നമുക്ക് തെളിവുകളിലൂടെയുള്ള പ്രയത്നം വേണം. ഒന്നും കൂടെ പറയാം, സത്യത്തിൽ അത് വിശ്വാസമായപ്പോൾ ജോൺ ലാൻഡി എന്ന് പറയുന്ന ഒരാള് 46 ദിവസം കൊണ്ട് അയാൾ ഓടി 4. ഇന്ന് ഏകദേശം 2000 പേര് 4 മിനിറ്റിന്റെ താഴെ 1 മൈൽ ഓടിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്നും 4 മിനിറ്റ് താഴെ ഓടിയ അത്ലറ്റുകളൊക്കെ ഈ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു 200 റൺസ് അടിക്കുന്നതിന് മുന്നേ വരെ അതൊരു എന്താ പറയാ ഒരാഗ്രഹമായിരുന്നു. പക്ഷെ അത് പിന്നെന്താ അതിനുശേഷം വേറെ കുറെ കളിക്കാർ എന്ത് ചെയ്തു 200 അടിച്ചല്ലോ. അതിന് വേണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനം. അപ്പൊ ഇത്രയേ ഉള്ളൂ. മോട്ടിവേഷൻ ഈസ് ടെമ്പററി എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ വേണ്ട എന്ന് പറയുന്നില്ല, ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം നമുക്ക് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ, ആഗ്രഹത്തെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ആ മേഖലയിൽ നമുക്ക് എവിഡൻസസ് വേണം, ആ മേഖലയിൽ നമുക്ക് തെളിവുകൾ വേണം. ഉദാഹരണത്തിന് എനിക്ക് നല്ലൊരു ടീച്ചർ ആവാൻ ആഗ്രഹമുണ്ട് എന്ന് കരുതുക, അപ്പോൾ ഒരു മോട്ടിവേഷനാണ്, യു ആർ എ ഗുഡ് ടീച്ചർ എന്നൊക്കെ പറയുന്ന സമയം. അപ്പോൾ പക്ഷേ എനിക്കതിന് എവിഡൻസസ്, ഞാനൊരു ക്ലാസ് എടുത്ത് നോക്കണം, ആ ക്ലാസ്സിൽ നല്ലൊരു റിപ്ലൈ വന്നു, പിന്നെ ഒരു ക്ലാസ് എടുത്ത് നോക്കണം, കുട്ടികളുടെ റിലീവ്, അങ്ങനെ വെൻ സെൽഫ് കോൺഫിഡൻസ്, എൻ്റെ ആത്മവിശ്വാസം വളരുക, ഞാൻ നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നതിൻ്റെ റിപ്ലൈ കിട്ടുമ്പോഴാണ്. ഞാൻ നേരത്തെ 2 ഉദാഹരണങ്ങൾ പറയാം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഉദാഹരണം, ഇപ്പോൾ നമ്മൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് എപ്പോഴും ഇപ്പോൾ UPSC പോലെയുള്ള മത്സര പരീക്ഷകൾ, IASന്റെ എക്സാമുകൾ, അല്ലെങ്കിൽ നീറ്റ് എക്സാം, JEE എക്സാം ഒക്കെ വരുന്ന സമയത്ത് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് കുട്ടികളെ. നല്ലതാണ്, തെറ്റില്ല. പക്ഷെ അവർക്ക് സത്യത്തിൽ അതിൽ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ, സെൽഫ് കോൺഫിഡൻസ് കം ഫ്രം എവിഡൻസസ്, അവർ അതിൻ്റെ ഒബ്ജക്റ്റീവ് എക്സാംസ് നിരന്തരമായിട്ട് എഴുതണം. ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് ഏതാണോ പേപ്പർ, അത്തരം പേപ്പറുകൾ എഴുതി അതിൽ സെൽഫ് കോൺഫിഡൻസ്, ഓക്കെ ഞാൻ കഴിഞ്ഞ പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് ഇതാണ് സ്കോർ, ഇത്ര നെഗറ്റീവാണ് വന്നത്, ഇപ്പോൾ ഇതിൽ ഇത്ര മാർക്ക് കിട്ടി. സെൽഫ് കോൺഫിഡൻസ് കം ഫ്രം എവിഡൻസസ് എന്ന് പറഞ്ഞാൽ അയാളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, ഞാൻ കഴിഞ്ഞ പരീക്ഷയിൽ 100 അറ്റൻഡ് ചെയ്തപ്പോൾ ഇത്രയാണ് എൻ്റെ സ്കോർ, ഈ പരീക്ഷയിൽ ഞാൻ 100 അറ്റൻഡ് ചെയ്തപ്പോൾ ഇതാണ് എൻ്റെ സ്കോർ. അങ്ങനെ സെൽഫ് കോൺഫിഡൻസ് എവിഡൻസസിൽ നിന്നാണ് വരിക. അങ്ങനെ എവിഡൻസസിലൂടെ വന്ന സെൽഫ് കോൺഫിഡൻസ് മോട്ടിവേഷൻ പോലെയല്ല, ഒരു ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പോകുന്നില്ല, അത് അയാളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, മോട്ടിവേഷൻ ഈസ് ടെമ്പററി, സെൽഫ് കോൺഫിഡൻസ് കം ഫ്രം എവിഡൻസസ് എന്ന് പറയുന്നതിന്റെ ബേസ് അതാണ്. ഒരു സെൽഫ് കോൺഫിഡൻസ് ഇപ്പൊ സാർ പറഞ്ഞത് എനിക്ക് തോന്നിയൊരു സാധനമാണ്. ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നത് എവിഡൻസ് ഉണ്ടാവും, അതിലൊരു റിസർച്ച് ഉണ്ടാവും, ഒരു പ്രോപ്പർ വർക്ക് ഉണ്ടാവും. അങ്ങനെ ആവുമ്പോഴാണ് ആ വ്യക്തി അതിൽ നിരന്തരമായി ആ
കാര്യത്തിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ റോജർ ബാനിസ്റ്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഓടി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഓടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സെൽഫ് കോൺഫിഡൻസ് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി, ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് 4 മിനിറ്റിന് ഉള്ളിൽ 1 മൈൽ ഓടാൻ കഴിയും എന്ന് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാവുന്നു. അദ്ദേഹം 1954 ലോകത്തിന് അത് കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, 4 മിനിറ്റിന് താഴെ ഒരു മനുഷ്യന് 1 മൈൽ ഓടാൻ കഴിയും. ആ ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായത് അതൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഓടിയതുകൊണ്ടല്ല. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം കംസ് ഫ്രം എവിഡൻസസ്, തെളിവുകളിൽ നിന്നാണ് അദ്ദേഹത്തിന് അതുണ്ടായത്. അത് കുട്ടികൾ പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് കിട്ടിയ 100 ശരിയാക്കാൻ കഴിയില്ല. അത് ചിലപ്പോൾ ആദ്യം 1 മാത്രം ശരിയാവും, പിന്നെ അത് ചെയ്ത് 2 ആവും, പിന്നെ 3 ആവും. അങ്ങനെ എവിഡൻസ് നമുക്ക് നമ്മളെ തന്നെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അത് ഏത് മേഖലയിലും, പരീക്ഷയിൽ മാത്രമല്ല. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖലയിൽ നമ്മൾ കൃത്യമായി റിസർച്ച് നടത്തി അതിനു വേണ്ടി പ്രോപ്പർ, ഉദാഹരണത്തിന് ഈ റീസെർച്ച് എന്നുള്ള വാക്ക് ഞങ്ങൾ ഗവേഷകര് റീസെർച്ച് ആണ് കേട്ടോ, രണ്ടാമത് അന്വേഷിക്കുകയാണ്. അപ്പൊ ആരും ഗവേഷണം അത്രയൊന്നും സൂക്ഷ്മാക്കേണ്ട ആവശ്യത്തിലില്ല. അത്യാവശ്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ച് എന്ന് പറയുമ്പോഴേ, നമ്മൾ PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് റിസർച്ച് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ്ട് റിസർച്ച് കണ്ടെത്തിയതിലേക്ക് ഒന്നും കൂടി അർത്ഥം വീണ്ടും തരയാണ്. അപ്പോ ആവശ്യമില്ല. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ഒരു കുട്ടി, അങ്ങനെ പറയാം. അതെ. അപ്പൊ അപ്പൊ ഞാന് ഈ കോമ്പറ്റീവ് എക്സാം എഴുതുന്ന കുട്ടിയെ സംബന്ധിച്ച്, ആ കുട്ടി എക്സാം ആണല്ലോ എഴുതാൻ പോകുന്നത്. കുറെ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇല്ല, ഞാൻ എന്തായാലും സാറടുത്ത് ഇരിക്കുന്ന സംബന്ധിച്ച ചില പോയിന്റ്സുകൾ കിട്ടും. അപ്പൊ അത് നോട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അത് മാത്രല്ല, കുറെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്, ചോദിച്ച് ബുദ്ധിമുട്ടിക്കാന്ന് ഉദ്ദേശിച്ചോ? ഇല്ല, കാരണം ഞാൻ നേരത്തെ അതിലേക്ക് തന്നെ വരുന്നത്. എനിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ പേഴ്സണലി ചോദിക്കാൻ പറ്റും. ഞാൻ വരുന്നത് എന്റെ ഒരു 10,500 കുട്ടികളുടെ ഇടയിൽ നിന്ന് വരികയാണ്, ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ അവരെ കമ്മ്യൂണിറ്റി മീൻസ് എന്റെ ഓൺ ഒരു 2000 സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ എന്റെ കേരളത്തിനോടല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പം ഞാനിപ്പോ സാറെ മീറ്റിംഗിന് വിളിക്കാനുള്ള റീസൺ, അല്ലെങ്കിൽ പോഡ്കാസ്റ്റിന് വിളിക്കാനുള്ള റീസൺ എന്താ? സാറ് നിലവിൽ പറയുന്ന ഒരു 7ഓളം തിയറി കേട്ട് ഞാൻ കാര്യമായിട്ട് എന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കും. അവരെന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ശരിക്കും എന്നെ സംബന്ധിച്ച് ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ. ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് എന്റെ മക്കൾക്ക് മാത്രം പോരാ. എന്റെ മക്കളെ പോലെ കേരളത്തിലെ എല്ലാ കുട്ടികളും നമ്മളെ കുട്ടികളാണല്ലോ. അപ്പൊ എല്ലാ മക്കളും അവരുടെ രക്ഷിതാക്കളും ഈ ഒരു 8 to 12 ഏജിലുള്ള കുട്ടികൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. എന്റെ കേരളത്തിലെ സ്റ്റുഡൻസ് മാറി പഠിപ്പിക്കുന്ന 8 to 12, 15 വേണ്ടതായിരിക്കും. ഞാൻ പറഞ്ഞത് എന്റെ ഹ്യൂമാനിറ്റിയാണ് മുഴുവൻ. നമ്മൾ 2 സെഗ്മെന്റ് ആണ്. നിങ്ങൾ സാർ ഫോർ എന്റെ ഹ്യൂമാനിറ്റി ആകുമ്പോൾ എനിക്ക് ഒരു ബെൽറ്റ് ആണ് എന്നെ ഫോക്കസ്. എനിക്ക് അത് പോട്ടെ. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ പരീക്ഷ, പാരന്റ്, സ്റ്റുഡന്റ് അങ്ങനെ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ചോദിച്ചോളൂ. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാല്, ഇപ്പം സാറ് പറഞ്ഞല്ലോ മോട്ടിവേഷൻ ആഗ്രഹമാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തുണ്ട്, പിന്നെ വലിയ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ അതാവണം, ഇതാവണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം. അപ്പൊ ഈ ആഗ്രഹത്തിന് പിന്നിൽ അവരിങ്ങനെ ഓടുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണില്ല, ഈ പറയുന്ന പണിയെടുക്കുക, പ്രോപ്പർ വർക്ക് നടക്കുന്നില്ല. അപ്പൊ ഇപ്പൊ സാറ് പറയുന്നത് വെച്ച് ഞാനൊന്ന് പറയാണ്, ഒരു എക്സാം എഴുതാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ അവന് ഒരുപാട് എക്സാമ്പിൾ എഴുതണം എന്നാണോ സാറ് പറയുന്നത്? ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ്. എക്സാമിൽ എന്താ ഉണ്ടാവുക? കുറെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ആ എക്സാമിന് വരുന്ന കുറെ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണല്ലോ അവിടെ പ്രോപ്പർ വർക്കും അതിലുണ്ടാവുന്ന മിസ്റ്റേക്കുകളും അതിന്റെ ഒരു അനാലിസിസും ഒക്കെ നടക്കുമ്പോഴാണ് അവർക്ക് കുറെ തെളിവുകൾ കിട്ടുക. ഇതാണോ സാറ് പറയുന്ന? അത് തന്നെയാണ്. ഇപ്പൊ ഇതൊരു തിയറിയാണ്, സെൽഫ് എഫിക്കസി തിയറി എന്ന് പറയുന്ന ആൽബർട്ട് ബണ്ടൂറെ തിയറി പറയുന്നതും ഒരു വ്യക്തി ഐ ക്യാൻ ഡു ദിസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്ന, ഇപ്പൊ സെൽഫ് എഫിക്കസി, എനിക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പോയിന്റിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നതിനെ കുറിച്ചാണ് ഈ തിയറിയിലൊക്കെ പറയുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയുന്നത്? രണ്ടും ഉണ്ടല്ലോ. എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്കിത് ചെയ്യാൻ കഴിയില്ല. അത് എനിക്ക് ചെയ്യാൻ കഴിയുന്നതാണ്, ഞാൻ ശ്രമിച്ചാൽ എനിക്കിത് ചെയ്യാം എന്നൊക്കെ പറയണമെങ്കിൽ അതിൽ മോട്ടിവേഷൻ മാത്രം പോരാ. അത് പരീക്ഷയാണെങ്കിൽ പ്രത്യേകിച്ച് മോട്ടിവേഷൻ പറഞ്ഞാൽ നമുക്കിങ്ങനെ എനിക്ക് അതൊരു ഡിസയർ, അതൊരു ആഗ്രഹമാകും. പകരം അതിൽ ആത്മവിശ്വാസം വേണമെങ്കിൽ അത് പരീക്ഷയാണെങ്കിൽ നിരന്തരമായി ആ പരീക്ഷകൾ എഴുതുക തന്നെ വേണം. അപ്പൊ നിങ്ങളുടെ ഒരു ലോകത്ത് ഒബ്ജക്റ്റീവ് മാത്രമല്ലേ ഉള്ളൂ, ക്വസ്റ്റ്യൻ കൊടുത്ത ആൻസർ എഴുതുന്നില്ലല്ലോ, ABCD. അപ്പോൾ ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ABCD, കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ABCD. അത്തരത്തിൽ ആ മേഖലയിൽ സെൽഫ് കോൺഫിഡൻസ് വേണമെങ്കിൽ അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിരന്തരമായി ചെയ്തുള്ള പരിചയം തന്നെ വേണം. എങ്ങനെയാണോ റോജർ ബാനിസ്റ്റർ ഓടി ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തത്, അതുപോലെ നിരന്തരമായിട്ട് ആ പരീക്ഷ, ഏത് പരീക്ഷയാണോ ആ പരീക്ഷ എന്നെ അലട്ടുന്ന ഒരു സാധനം ഈ പ്രോപ്പർ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു പെർഫെക്ഷനലിസം ഉണ്ടാകുമ്പോഴാണ് ആത്മവിശ്വാസം. അത് വലിയൊരു നല്ലൊരു ചോദ്യമാണ്. ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു പെർഫെക്ഷനിസ്റ്റിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന് 100ൽ 95 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ 5 മാർക്ക് പോയതിനെ കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടും.
മറ്റൊരാൾക്ക് 100-ൽ 95 മാർക്ക് കിട്ടിയാൽ 95 കിട്ടി എന്നുള്ളത് അദ്ദേഹത്തിന് ഹാപ്പിയാവും, 5 ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കും. അപ്പോൾ പെർഫെക്ഷനിസത്തിലേക്ക് പോയാൽ ഈ സെൽഫ് കോൺഫിഡൻസിന് പകരം അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ കുറയുക ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെൽഫ് കോൺഫിഡൻസ് കുറയുക ചെയ്യുക. പെർഫെക്ഷനിസം എന്ന് പറഞ്ഞാൽ, പെർഫെക്ഷനിസം നമുക്ക് ഇങ്ങനെ പറയാം, അതായത് പെർഫെക്ഷനിസം ഇസ് നോട്ട് എ സ്മോൾ തിങ്, സ്മോൾ തിങ്സ് മേക്സ് പെർഫെക്ഷൻ. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, ചെറിയ കാര്യങ്ങൾ ഒരുപാടെണ്ണം വൃത്തിയിൽ ചെയ്യുമ്പോഴാണ് പെർഫെക്ഷൻ എന്നുള്ളത് വരുന്നത്. പെർഫെക്ഷനിസം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും 100%ലേക്ക് എത്തിക്കണം എന്ന രീതിയിലേക്ക് നമ്മൾ ജീവിതത്തെ കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വലിയ രീതിയിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ വരും. അത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുക, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. പരീക്ഷകളൊക്കെ എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാത്തിലും 100-ൽ 100 കിട്ടില്ല, ചിലത് 1 മാർക്ക് കിട്ടാം, 2 മാർക്ക് കിട്ടാം, 3 മാർക്ക് കിട്ടാം, അങ്ങനെയൊക്കെ വരാം. സോ പെർഫെക്ഷനിസം എന്നുള്ളത് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം അത് എപ്പോഴും അത്തരം ആൾക്കാർ ദേ ലുക്ക് ദ നെഗറ്റീവ് സൈഡ്, ദേ ലുക്ക് ദ മിസ്റ്റേക്സ്. കാരണം അവർക്ക് 100 ആയിട്ടില്ല, ആ 1%, 2%ആണ് അവർ നോക്കുക. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എവിഡൻസിലൂടെ വരുന്നത്. ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നു, ആ മിസ്റ്റേക്കുകളിന് സൊല്യൂഷൻ കണ്ടെത്തുന്നു, ആ സൊല്യൂഷൻ എടുത്ത് സോൾവ് ചെയ്യുന്നു, അങ്ങനെ അതിനൊരു 100%ലേക്ക് എത്തിക്കാൻ പറ്റുന്നു. അങ്ങനെയാണോ അതിനൊരു സെൽഫ് കോൺഫിഡൻസ് കം ഫ്രം എവിഡൻസസ് എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഞാൻ ഇത് ചെയ്തപ്പോൾ ഇങ്ങനെയായി, അതുകൊണ്ട് അത് തെറ്റി, അത് തെറ്റിയത് കൊണ്ട് ഇനി അത് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ മിസ്റ്റേക്സുകളിൽ നിന്നാണ് സക്സസ് ഉണ്ടാവുകയെന്ന് വേണമെങ്കിൽ അത് നമ്മൾ എപ്പോഴും പറയുന്നത്. അതിന് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കം ഫ്രം എവിഡൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് തന്നെ തെളിവുകൾ കൊടുക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടി കാര്യം ചോദിക്കണേ, ഇപ്പൊ പലപ്പോഴും കാണാം ടാലന്റ് വേണം, ടാലന്റ് ഉള്ളവനക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നൊരു സാധനം. അപ്പൊ സത്യത്തിൽ വിജയത്തിന്റെ ഒരു ഇതാണോ, ടാലന്റ് ആണോ കോൺഫിഡൻസ് ആണോ വിജയത്തിന് പ്രാധാന്യം? ടാലന്റ് ആണോ കോൺഫിഡൻസ് ആണോ വിജയത്തിന്റെ പ്രാധാന്യം എന്നതിനേക്കാൾ കൂടുതൽ ഒരാൾക്ക് ടാലന്റ് ഉള്ള ഒരാളെ നമുക്ക് നമ്മുടെ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും വെച്ച് തോൽപ്പിക്കാൻ കഴിയും. നമുക്ക് അതിനോട് ടാലന്റ് ഉള്ള ഒരാളെ ടാലന്റ് ഇല്ലാത്ത ഒരാൾക്ക് തോൽപ്പിക്കാൻ കഴിയും ബൈ കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. അതായത് നമുക്ക് അതിനോട് ആഗ്രഹമുണ്ട്, നമുക്ക് ഒരാൾ വളരെ ടാലന്റഡ് ആണ്, ഇപ്പോൾ നിങ്ങളുടെ സബ്ജക്ട് തന്നെ കെമിസ്ട്രി എടുക്കുക, അല്ലെങ്കിൽ ഒരാൾ വളരെ ടാലന്റഡ് ആണ് ഫിസിക്സ് മാത്സ് എന്ന് വിചാരിക്കുക, മറ്റേ ആൾക്ക് അത്ര ടാലന്റഡ് അല്ല, പക്ഷെ അയാൾക്കും അതിനോടുള്ള ആത്മവിശ്വാസമുണ്ട്, ആഗ്രഹമുണ്ട്, അയാൾ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇയാൾ കൺസിസ്റ്റന്റും ഡിസിപ്ലിനുമായിട്ട് ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസുകളെ എടുത്ത് നിരന്തരമായ ഒരു വർഷം ഡെയിലി ഒരു 10-20 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് എല്ലാ മേഖലകളെയും സിസ്റ്റമാറ്റിക്കായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാലന്റഡ് ആയിട്ടുള്ള ആളെ ഈ കൺസിസ്റ്റന്റ്, അതായത് സ്ഥിരത നിലനിർത്തിക്കൊണ്ട് ഡിസിപ്ലിനോട് കൂടി ഫോളോ ചെയ്താൽ അയാൾ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ടാലന്റ് കൊണ്ടാണ് ഈ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുക. ഞാൻ പെട്ടെന്ന് കണക്ട് പല സമയത്തും ഞാൻ ഭയങ്കര ടാലന്റ് ആണ് സ്വയം തോന്നിക്കഴിഞ്ഞാൽ അത് ഓവർ കോൺഫിഡൻസ് ആവും. ടാലന്റഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഓവർ കോൺഫിഡൻസ് അല്ല, ടാലന്റഡ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ടാലന്റഡ് അല്ലാത്ത ഒരുപാട് പേര് അവരുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്ക് കാരണം ലോകത്തെ എല്ലാവരെയും നമ്മൾ എടുത്താൽ അതിലൊരു 5% പേരൊക്കെയാണ് ടാലന്റഡ് ആയിട്ട് സക്സസിലേക്ക് എത്തുന്നത്. ബാക്കിയുള്ളവരൊക്കെ അതിനോടുള്ള ആഗ്രഹവും അത് പിന്നെ സെൽഫ് കോൺഫിഡൻസ് ആക്കി, പിന്നെ കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ചോദിച്ചാൽ കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ എന്നുള്ളത്. അപ്പോൾ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരത, ആ സ്ഥിരത, നമ്മളൊരു കാര്യത്തിൽ സ്ഥിരത നിലനിർത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ടാലന്റുകളെ ഓവർകം ചെയ്യാൻ കഴിയും. അങ്ങനെ ഭയങ്കര ടാലന്റ് ഉള്ള ഒരാളെ വന്നാൽ എനിക്ക് തോൽപ്പിക്കാൻ കഴിയും, അതിന് പേടിയൊന്നുമില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ വർക്ക് ചെയ്ത് വരുന്ന ഒരാളാണെങ്കിൽ അയാൾ എനിക്ക് പേടിയാണ് എന്ന രീതിയിൽ അവരുടെ ഒരു കോട്ടുണ്ട്. ഇതിനൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ സക്സസിന്റെ 3ാമത്തെ ഒരു തിയറിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്സസ് ആവുമ്പോൾ അതിന്റെ 3ാമത്തെ തിയറി സെൽഫ് കോൺഫിഡൻസ് ആവണമെന്നെങ്കിൽ, ഞാൻ സെൽഫ് കോൺഫിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം, എനിക്കൊരു ഡിസിപ്ലിൻ വേണം. ഇത് അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാൻ ഇല്ല. നമുക്ക് ഇതിനെ അവസാനിപ്പിക്കണമെങ്കിൽ എനിക്ക് കൺസിസ്റ്റൻസി വേണം, ഡിസിപ്ലിൻ വേണം എന്നുള്ളതല്ല നമ്മുടെ പോയിന്റ്. നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണമെങ്കിൽ, ഏത് വിഷയത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണമെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിച്ച, ആ മേഖലയിൽ വർക്ക് ചെയ്ത തെളിവുകളും എവിഡൻസുകളും നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ മാത്രമായിട്ട് നിന്നാൽ അതൊരു ആഗ്രഹമായിട്ട് ചുരുങ്ങും. പകരം ആ ആഗ്രഹത്തെ നമുക്ക് ആത്മവിശ്വാസമാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അത് കുക്കിങ്ങിലാണെങ്കിലും, ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, അത് സെൽഫ് കോൺഫിഡൻസ്, എനിക്ക് നന്നായി ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം എന്ന് പറയണമെങ്കിൽ ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി നോക്കി, നിരന്തരമായി ബിരിയാണി ഉണ്ടാക്കി നോക്കി, അത് അനിയന് കൊടുത്ത്, അനിയത്തിക്ക് കൊടുത്ത്, അങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കി നല്ലൊരു ബിരിയാണി ഉണ്ടാക്കുന്ന ആളായി മാറണമെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കം ഫ്രം എവിഡൻസസ്.
കഴിഞ്ഞ പ്രാവശ്യം വെള്ളം വെച്ച സമയത്ത് തിളക്കുന്നതിന് മുൻപ് അരിയിട്ടിരുന്നു, അതാണ്. അപ്പൊ അതൊരു എവിഡൻസ് ആയി. അങ്ങനെ പരീക്ഷയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബയോകെമിസ്ട്രി പഠിച്ചത് ഇങ്ങനെയാണ്, അതിൽ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നുകൊണ്ടാണ് അത് തെറ്റിയത്. സോ സെൽഫ് കോൺഫിഡൻസ് കം ഫ്രം എവിഡൻസസ് എന്ന് പറയുന്ന, നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നിരന്തരമായി വർക്ക് ചെയ്യുന്ന തെളിവുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ ആ മേഖലയിൽ നമുക്ക് ആത്മവിശ്വാസവും അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിവിലേക്ക് മാറി കൃത്യമായി പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. ആ സെൽഫ് കോൺഫിഡൻസ് ആണെങ്കിൽ, അതാണ് സെൽഫ് കോൺഫിഡൻസ് എങ്കിൽ, അങ്ങനെ ഉണ്ടാവുന്ന സെൽഫ് കോൺഫിഡൻസ് ആണെങ്കിൽ അത് നിലനിൽക്കും. മറ്റേത് ടെമ്പററി ആണ്. മോട്ടിവേഷൻ ഈസ് ടെമ്പററി, സെൽഫ് കോൺഫിഡൻസ് കംസ് ഫ്രം എവിഡൻസസ്. അതാണ് പോയിന്റ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മോട്ടിവേഷന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ആവാൻ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായ കാര്യങ്ങളെ കുറിച്ച് അനുഭവങ്ങൾ അറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് പഠിച്ച് അതിൽ കൺസിസ്റ്റന്റായി വർക്ക് ചെയ്യുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുക എന്നാണ് ആശുഫ് സാറ് പറയുന്നത്. സോ മൂന്നാമത്തെ തിയറി ഉണ്ട്. ഇനി നമുക്ക് 4 റിയലൈസേഷൻ ഉണ്ട്. അപ്പോൾ സാറിനെ കൊണ്ട് നമ്മളെല്ലാം പറയിപ്പിച്ചിട്ടേ നമ്മളെ സാറെ ഓർസിയിൽ എണീക്കുള്ളൂ. കാരണം എനിക്ക് വേണ്ടത് ഈ ഒരു 7 റിയലൈസേഷന് അത് കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം, ഇതൊന്നും അറിയാതെയാണ് പുതിയ ജനറേഷൻ. നേരത്തെ സാർ ഒരു കണക്ക് പറഞ്ഞു, ഞാൻ എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്. 25 കോടി ജനങ്ങളാണ് 10ാം ക്ലാസ് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെ എന്ന് കേട്ടപ്പോൾ ഇതൊരു പേടിക്കേണ്ട ഒരു സാധനം തന്നെയാണല്ലോ. ഇന്ത്യയിലത്തെ മാത്രം കണക്കാണല്ലോ. അപ്പോൾ ഈ വരുന്ന കുട്ടികൾക്ക് സാറ് പറയുന്ന 7 റിയലൈസേഷനെ കുറിച്ചിട്ട് ഞാൻ പിന്നെ നിരന്തരമായിട്ട് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇടപഴകുന്ന എൻ്റെ 2000-ഓളം കുട്ടികളുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ എൻ്റെ സുഹൃത്തുക്കളെടുത്ത് എനിക്ക് കിട്ടിയ അനുഭവത്തിലൊന്നും ആ പുതിയ ജനറേഷനിൽ ബഹുഭൂരിപക്ഷം പെർസെൻറ്റേജ് കുട്ടികളും ഇത്തരം വിഷയങ്ങൾ എന്തെല്ലാം അറിവുള്ളവരോ ജ്ഞാനമുള്ളവരോ അനുഭവമുള്ളവരോ ഒന്നുമല്ല. സോ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് അതൊരു സമൂഹത്തിന് വലിയൊരു ഉപകാരമായിട്ട് തന്നെ, അല്ലെങ്കിൽ പുതിയ ജനറേഷന് ജെൻസിക്ക് വലിയൊരു മാറ്റം അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത് മാറുന്നതിന് എൻ്റെ വിശ്വാസം. അതിലൊരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാല് 10 വയസ്സിന്റെയും 19 വയസ്സിന്റെയും ഇടയിൽ 25 കോടി ജനങ്ങളുണ്ട്, അല്ലെങ്കിൽ 25 കോടി കുട്ടികളുണ്ട് എന്നുള്ളതിനെയും നമ്മൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അത്രയും അവസരങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ കഴിയും. അതൊക്കെ ആണെങ്കിൽ പോലും ഈ പറയുന്ന കുട്ടികൾക്ക് അതിനെ കുറിച്ച് അറിവില്ല. അതൊരു പ്രശ്നമാണല്ലോ. അത് ഞാനീ പറയുന്ന ഇന്ത്യയിലെ മൊത്തം മാറിയാലും ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് എല്ലാ മക്കളില്ല, അത് 90% കുട്ടികൾ എന്തെല്ലാം ഈ വിഷയങ്ങളിൽ അവർക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷെ അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പോക്ക് നമ്മുടെ യാത്ര, ഈ ഒരു പോഡ്കാസ്റ്റ് വരുന്ന ജനറേഷന് ജീവിതത്തിലെ ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാൻ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചില അനുഭവങ്ങളൊക്കെ മാറുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.